വളരെ എൻ്റെ സമൂഹത്തിലെ ചില ആൾക്കാർ എനിക്കെതിരെ ഞാനൊരു BJP പ്രവർത്തകൻ അല്ലെങ്കിൽ ഞാൻ ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പാവം മനുഷ്യനെന്ന നിലയിലായിരുന്നു ആദ്യകാലങ്ങളിൽ. എന്നെ പഠിപ്പിച്ച KK ബാലകൃഷ്ണൻ കുരോപ്പട എന്ന് പറയുന്ന ആൾ, അദ്ദേഹം ഒരു നായർ സമുദായത്തിലെ ഒരു നല്ല മനുഷ്യനായി. ഇദ്ദേഹം ചിലപ്പം ചില കാര്യങ്ങളൊക്കെ പറയുകയും നല്ലതായിട്ട് അടിക്കുകയൊക്കെ ചെയ്തു. ഞാൻ ആദ്യമായിട്ട് വന്നപ്പോൾ എന്നോട് ചോദിച്ചു, കുട്ടി നീ എവിടെ നിന്നാണ് വന്നത് എന്നൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു. എൻ്റെ ചില കാര്യങ്ങളൊക്കെ കണ്ടു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നീ ഒന്ന് അന്നേരം വന്ന ഉടനെ തന്നെ പുള്ളി പേരും അതൊക്കെ ചോദിച്ച ശേഷം പറഞ്ഞു, ആ മുമ്പിലെ സെക്കൻഡായിട്ട് ഇരുന്നോളാൻ പറഞ്ഞു. അങ്ങനെ സെക്കൻഡായിട്ട് ഞാൻ ഇരിക്കുകയാണ്, ഫ്രണ്ട് ബെഞ്ചിൽ രണ്ടാമതായിട്ട്. അദ്ദേഹം പഠിപ്പിച്ച ശേഷം അദ്ദേഹം ആ പഠിപ്പിച്ച ഭാഗം പദ്യമാണ്, മലയാള ഇതാണ്. അദ്ദേഹം നല്ലതായിട്ടാണ് പഠിപ്പിക്കുന്നത്. ആ പഠിപ്പിച്ച ഭാഗങ്ങൾ ആദ്യം അദ്ദേഹം ഉള്ളടക്കങ്ങൾ തൊട്ടുള്ള കാര്യങ്ങളാണ്. ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ ഇൻട്രഡക്ഷൻ. അദ്ദേഹം അത് തൊട്ടുള്ള കാര്യങ്ങൾ ചോദിക്കും. അത് കഴിഞ്ഞ ശേഷം പദ്യം വായിപ്പിക്കും. അന്നേരം ഞാൻ ഇൻട്രഡക്ഷൻ ചോദിച്ചതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ചോദിച്ചു, നീ എവിടെയാണ് പഠിച്ചത്? ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പം പഠിച്ചിട്ട് വന്നത് CMS ഹൈസ്കൂള് മല്ലപ്പള്ളിയിൽ നിന്ന്. അന്നേരം അവിടെയും എനിക്ക് നല്ല മാർക്കോടുകൂടി ഞാനും എൻ്റെ മൂത്ത പെങ്ങൾക്കും കിട്ടും എന്ന് അവിടുത്തെ ഹെഡ് മാസ്റ്ററിന് അറിയാമായിരുന്നത് കൊണ്ട് അദ്ദേഹം വിട്ടു തരുവാൻ കുറേ ഇതൊക്കെ പറഞ്ഞു. നിങ്ങൾ ബസ്സിൽ വന്ന് പഠിച്ചാൽ മതി. അങ്ങനെ കുറേ ഞങ്ങൾക്ക് അങ്ങനെ ഒത്തിരി പരാധീനതകളുള്ളത് കൊണ്ട് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ പൊക്കോളാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ പെർമിഷൻ കൂടി വാങ്ങിയിട്ടാണ് അദ്ദേഹം വിട്ടത്. അന്നേരം ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് എന്നോട് പറഞ്ഞു, നീ പകരം പിന്നീട് പദ്യം വായിപ്പിച്ചു. പദ്യം അവിടെ എനിക്കറിയില്ലായിരുന്നു. എന്നെ ഓർക്കപ്പുറത്ത് ചൂരൽ ചൂണ്ടി വെച്ച് പറഞ്ഞു, നിന്നോട് തന്നെയാണ് പറഞ്ഞത് ആദ്യം ആ പദ്യം ഒന്ന് വായിക്കാൻ. ഞാൻ അന്നേരം ഇച്ചിരി ഈണത്തിലും എനിക്കിച്ചിരി പാടാനൊക്കെ ഉള്ള കഴിവുള്ളത് കൊണ്ട് ഈണത്തിലൊക്കെ പാടിയപ്പോൾ പുള്ളിക്ക് എന്തോ ഒന്ന് തടഞ്ഞോ പോലെ. അന്നേരത്തേക്ക് പുള്ളി എന്നെ കണ്ടിട്ടുമൊക്കെ ഉണ്ട്. അന്നേരത്തേക്ക് പുള്ളി എന്നോട് പറഞ്ഞ്, നീ ആ പോസ്റ്റ് ഓഫീസിലെ ആ മാഷ മോനാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആന്ന്. എന്താ എന്ന് ചോദിച്ചു. നീ ഇച്ചിരി കഴിഞ്ഞ് ഒരു 4 മണി വിട്ട് കഴിഞ്ഞ് ഓഫീസ് റൂമിൽ നിന്ന് വരണമെന്ന്. നേരം ഞാൻ 4 മണി വിട്ടു. ഞാൻ ഞാൻ അന്നേരം എൻ്റെ കൂടെ ഞങ്ങളുടെ അടുത്തൊരു കുട്ടിയുണ്ട്, ജോർജ് തോമസ്. അവനെ അവിടെ നിർത്തി വെച്ച് ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് കുറച്ച് ജാതി മാറ്റേഴ്സാണ് ആദ്യം സംസാരിച്ചു. അത് കഴിഞ്ഞ് എന്നോട് ചോദിച്ചു, നീ പുസ്തകങ്ങളൊക്കെ വായിക്കാറുണ്ടോ? എന്നാൽ ഇവിടുന്ന് പുസ്തകമൊക്കെ എടുത്തോണം എന്നൊക്കെ എന്നോട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ ശേഷം നല്ല രസം. അന്നേരം കൂടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ ഒരു ഹെഡ് മാസ്റ്ററുണ്ട്, അദ്ദേഹത്തോട് ഗോപാലപിള്ള സാർ. അന്നേരം ഗോപാലപിള്ള സാറും അവർ കുറേ പേരുണ്ട്, തുളസി സാർ, അവരോടെല്ലാം പറഞ്ഞു, നല്ലതായിട്ട് ഇവൻ പദ്യമൊക്കെ വായിക്കാൻ കഴിയുന്നുണ്ടല്ലോ, നല്ല ഇതാണ്. നമ്മുടെ ഇവിടുത്തെ പോസ്റ്റ് ഓഫീസിൽ പുതുതായിട്ട് വന്ന മാസ്റ്റർ മോനാണ്. അങ്ങനെ പല സാറുമാരെ എന്നെ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് എന്നെ അറിയാൻ വയ്യാത്തവർ ചിലരൊക്കെ പറയും, അവനൊന്നും അറിയില്ല. ഈ അടുത്ത കാലത്ത് എന്നെ അറിയുന്ന ഒത്തിരി ബഹുമാനമുള്ള രാധാകൃഷ്ണൻ സാർ, ഡോക്ടർ രാധാകൃഷ്ണനാണ് മലയാളം സർവകലാശാലത്തെ ആദ്യത്തെ വൈസ് ചാൻസലർ. അദ്ദേഹം വരെ എന്നെ അറിയും, ശങ്കര സർവകലാശാല. പക്ഷേ ഒന്നും അറിയാത്തവരാണ് പറയുന്നത് എനിക്കൊന്നും അറിയില്ല. ഞാൻ ധനതത്വ ശാസ്ത്രത്തിൽ നല്ല ഒരു 98% മാർക്ക് വാങ്ങിച്ചവനാണ്. എനിക്കൊന്നുമേ തോന്നുന്നില്ല. ഇപ്പം അതൊന്നുമേ അതല്ല. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഞാൻ എന്തോ പണി ചെയ്യുവാനും തയ്യാറായി നടക്കുന്ന ഒരു
പാവം മനുഷ്യനാണ്. എനിക്ക് ബി ജെ പി ഒക്കെ തന്നെയാണ്, ബി ജെ പി ഒക്കെ ആണെങ്കിലും എനിക്ക് മനുഷ്യനോടുള്ള സ്നേഹമാണ്. ഞാൻ അത്യാവശ്യം കവിതയും ഒക്കെ എഴുതും. പിന്നെ എന്നെ അറിയാം ജയകുമാർ സാറിന്. സിനിമാ മേഖലകളിലെ ചില സംവിധായകന്മാരുമായിട്ട് എനിക്ക് മുട്ടിച്ചേരാമെന്നൊക്കെ പറഞ്ഞു. ഞാനിങ്ങനെ കുറേ എഴുതുകയും ഒക്കെ ചെയ്യുന്ന കണ്ടപ്പോഴത്തേക്ക് ഞാൻ ആദ്യകാലത്ത് തിരക്കഥയൊക്കെ എഴുതുമായിരുന്നു. അത് കണ്ട് അത് വായിച്ച് നോക്കിയാൽ ചിലർ പറഞ്ഞു, എടാ ഞാൻ രഞ്ജിത്തിനെ ഒന്ന് കാണിച്ചത് നിന്നെ മുട്ടിച്ചേരാം. അങ്ങനെയൊക്കെ കുറേ ആൾക്കാർ, തൃശ്ശൂരാണ് അയാൾ, എൻ്റെ വീടിൻ്റെ അടുത്താണ്. എന്നാൽ ഒരു എഴുത്തച്ഛൻ ഫാമിലിയിലുള്ള ഒരാൾ എന്നെ, അങ്ങനെ പലരും എന്നെ ബന്ധപ്പെട്ടു, പലരെയും മുട്ടിച്ചു തന്നിട്ട് പലരെയും എനിക്കറിയുകയും ചെയ്യും. അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ ആൾക്കാർ. പിന്നെ രാജു നാരായണ സ്വാമിയല്ല, അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെട്ടിരുന്നു. പിന്നെന്ന് പറയുന്നത് നമ്മുടെ എറണാകുളത്തെ ജില്ലാ കളക്ടർ രാജമാണിക്യ സാർ. ഒരു പ്രാവശ്യം അദ്ദേഹം ഞങ്ങൾക്ക് ഫണ്ട് ഇത് ഈ OBC വിഭാഗത്തിലെ ബാർബർമാർ, അത് മുസ്ലിം വിഭാഗത്തിലെ ഫണ്ടില്ലാതെ വന്നപ്പോഴത്തേക്ക് അത് ഏറ്റവും അവസാനമാണ് അവർ കൊണ്ടു തരുന്നത്. ഈ ആപ്ലിക്കേഷൻ ഞാൻ പെട്ടെന്ന് എടുത്ത് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫണ്ടില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നേരെ ചെന്ന് കളക്ടറെ കണ്ടു. എത്രയും പെട്ടെന്ന് ഫണ്ട് അനുവദിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് കേട്ടിരുന്ന് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി. എന്ത് ചെയ്യുന്നു, എന്താണ്, നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്, ഇതെല്ലാം എന്നോട് ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം അദ്ദേഹം പറഞ്ഞു ഫണ്ട് അനുവദിച്ചും തന്നു എനിക്ക്. അങ്ങനെ ബഹുമാനപ്പെട്ട ഒത്തിരി ആൾക്കാരുമായിട്ട് എനിക്ക് പരിചയമുണ്ട്. ഈ പിണറായി സാറുമായിട്ടും പരിചയമില്ലെന്നല്ല, ഉണ്ട്. അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി സാറിനെ എന്നെ അറിയാത്തവർ കുറവാണ്. ചിലർ പറയും ഈ മാത്തൂരി തോമസിനെ പോലുള്ള ചില ആൾക്കാർ ഒരു കാലത്തൊക്കെ എൻ്റെ അടുത്തൊക്കെ വന്ന് ഞാൻ പല ഉദ്ഘാടനങ്ങൾക്കും വിളിച്ചിട്ടുള്ള ആളാണ്. പുള്ളി പറയും എന്നെ അറിയില്ലെന്ന് പറയും. അത് കാരണം എന്തോന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ റിട്ടയർമെൻറ്റിൻ്റെ അപേക്ഷ കൊണ്ട് കൊടുത്തു. എനിക്ക് VRS വേണമെന്ന് പറഞ്ഞ് അത് പറഞ്ഞപ്പോഴത്തെ പുള്ളി പറയും എനിക്കറിയില്ല, അവിടുത്തെ ഇനി അവിടെ ഞാൻ വെച്ചേക്കാമെന്ന് പറഞ്ഞേച്ചു. അതൊന്നും നടപടി സ്വീകരിച്ചില്ല. ഞാൻ അന്വേഷിച്ചപ്പോൾ ഒന്നും നടപടി സ്വീകരിച്ചു. പിന്നെ ഞാൻ വേറെ ആളിനൊക്കെ കണ്ട് അത് ഞാൻ ശരിയാക്കുമായിരുന്നു. കോടതിയുടെ ഉത്തരവ് തന്നെ ഉണ്ടായിരുന്നു. അനുസരിച്ചാണ് എനിക്ക് ഇതൊക്കെ അപേക്ഷിച്ചത്. പിന്നെ എന്നെ ആവശ്യമില്ലാതെ ഹർട്ട് ചെയ്യുന്ന പണ്ട് തൊട്ടേ ഞങ്ങളുടെ സമൂഹം, ഇപ്പം മാറാട് പ്രശ്നം പോലെ തന്നെ ഞങ്ങളുടെ സമൂഹം നന്നായി വരുന്നതിന് പല സമൂഹങ്ങൾക്കും വിഷമമുണ്ട്, ഭീഷണിയായിട്ട് അവർ കണക്കാക്കുന്നു. ഞങ്ങളുടെ സമൂഹത്തിലെ കുറേ ആൾക്കാർ വിദ്യാഭ്യാസപരമായി കലാപരമായിട്ടൊക്കെ ഉള്ളത് നിങ്ങൾക്കറിയുകയില്ല, പക്ഷേ അതിന് ചരിത്രമുണ്ട്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു രാജവംശത്തിൻ്റെ പിൻഗാമികളാണ് ഇവിടുത്തെ ധീവര സമുദായം എന്ന് പറയുന്ന കോലി സമുദായം എന്നാണ് വടക്കേ ഇന്ത്യയിൽ അറിയപ്പെടുന്നത്. അവരുടേതായ കൈമുതലായ ഇതുണ്ട്. പിന്നെ നായർ സമുദായം, അവരോട് ചേർന്നുള്ള കുറേ സമുദായങ്ങളുണ്ട്. അതുകൊണ്ടാണ് അവരുടെ മെച്ചപ്പെട്ട ഇതുണ്ട്. ഇവിടെ ചില ആൾക്കാർ ജാതി പറഞ്ഞ് ദളിത് സമുദായക്കാർ ആക്രമിക്കാൻ വരുന്നു. ക്രിസ്ത്യൻ സമുദായക്കാർ അവരുടേതായ ജാതി ചേർക്കാൻ ചെല്ലുന്നു. വേറെ പല സമുദായങ്ങളും ഇന്ന് ധീവര സമുദായത്തെ ആക്രമിക്കുന്നുണ്ട്. ആദ്യകാലത്ത് ചക്കളത്തുകാവ് കുറേ അരന്മാരുടെ കേന്ദ്രമായിരുന്നു. അവിടെ ആക്രമിക്കാൻ വന്നു. പിന്നീടാണ് അവിടെ അമ്പലമൊക്കെ എൻ്റെ അപ്പൂപ്പനൊക്കെയാണ് അമ്പലമൊക്കെ സ്ഥാപിച്ച് അവിടെ ഒരു അരന്മാരുടെ സെറ്റിൽമെൻ്റ് ഉണ്ടാക്കിയത്. പിന്നീട് തിരുവല്ലയിൽ ഇതുപോലെ ആക്രമിച്ചു. പല സ്ഥലങ്ങളിലും ഇങ്ങനെ ആക്രമിച്ച് ഇവരെ ജാതി സമൂഹത്തിലേക്ക് ചേർത്തു. അതുപോലെ തന്നെ ഈ കോച്ചാല് മുക്കെന്ന് പറയുന്ന മേപ്രായിൽ കുറേ ആൾക്കാരെ ഇതുപോലെ മുക്കുവരാണ് അവരെ ക്രിസ്തു മതത്തിലേക്ക്. ഇന്ന് അവരൊക്കെ കെടികെട്ടിയ ക്രിസ്ത്യാനികളാണ്. അതുപോലെ പടിഞ്ഞാറൻ ദേശങ്ങളിലുമൊക്കെ ഇങ്ങനെ ഇന്ന് സമൂഹത്തിൽ ഇവരെ ആക്രമിച്ച് ഏതാണ്ട് രക്ഷപ്പെട്ടു പോകുന്നൊക്കെ കളർ കിട്ടുമെന്നോ എന്തൊക്കെയോ ഉണ്ട്. ഇവർ പാരമ്പര്യമാണെന്നൊക്കെ പറഞ്ഞ് ഇവരെ ആക്രമിക്കുന്നുണ്ട്. ഓർത്തഡോക്സ് സഭക്കാരും കത്തോലിക്കരങ്ങനെ ഇല്ലെങ്കിലും ഓർത്തഡോക്സ് സഭക്കാരും. പിന്നെ ഞങ്ങളുടെ സമൂഹം കുറേ പേര് ക്രിസ്ത്യാനിറ്റിയിൽ ചേർന്നിരുന്നു. അതാണ് ഇന്നത്തെ കാണുന്ന
ലാറ്റിൻ ക്രിസ്ത്യൻസ് അവർ ആയിക്കോട്ടെ, അവർ കുറേ ആൾക്കാരെല്ലാം ഇപ്പം അത് ചേർന്നിട്ടുണ്ട്. അതിലൊന്നും ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. പിന്നെ പല വിഭാഗത്തിലും ഉണ്ട്, അതൊന്നും ഞങ്ങൾ എതിർക്കാനൊന്നും വന്നില്ല. ആവശ്യമില്ലാതെ ഞങ്ങളുടെ സമൂഹത്തിനെ ആക്രമിക്കരുത്. അത് ഏത് തെറ്റായ നിഗമനങ്ങൾ നിങ്ങളൊരു 10 വട്ടം ചിന്തിക്കൂ. ഞങ്ങളും മനുഷ്യരാണ്, ഞങ്ങളുടെ സമൂഹവും മനുഷ്യത്വത്തിന് വേണ്ടിയിട്ടാണ്. ഞങ്ങൾ സർവ്വചരാചരങ്ങളെ വിശ്വസിക്കുന്നത്, സനാതനത്തെ ചിന്തിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾ ആരെയും ആക്രമിക്കാനോ അങ്ങോട്ട് ഞങ്ങളുടെ ഒരു ആൾ പോലീസ് സർവീസിൽ ചെന്ന് മാറാടിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് ചെന്ന് പുള്ളി പറയുന്നത് ഞങ്ങളുടെ ആൾക്കാരെ നിരപ്പാക്കിയെന്ന്. ഇത് കേട്ട് ഞങ്ങളുടെ അച്ഛനോട് വന്നു പറഞ്ഞു, ഞങ്ങളങ്ങ് നിരപ്പാക്കിയ പാപ്പ, നമ്മുടെ ആൾക്കാരായിരുന്നു, അവരെ അങ്ങ് നിരപ്പാക്കി. ഞങ്ങളുടെ അച്ഛൻ കേട്ട് കഴിഞ്ഞേച്ച് പറഞ്ഞു, മോനെ നല്ലതാ കേട്ടോ, നമ്മുടെ സമൂഹത്തെ തന്നെ നിരപ്പാക്കി തരാം, അതാണ് നല്ലത്. പിന്നെ ഇവനൊന്നും മിണ്ടിയില്ല. അങ്ങനെ നമ്മുടെ സമൂഹത്തെ വലിയ ജോലിയിലും പ്രതാപത്തിലും ഒക്കെ IAS ഒക്കെ കിട്ടിക്കോട്ടെ, നിൻ്റെ നില എറിഞ്ഞ് നിൻ്റെ സമൂഹത്തെ, ധീവര സമുദായത്തെ ആയാലും അരയ സമുദായത്തെ ആണെങ്കിലും ഏത് സമുദായം, കോലിയാണേലും ഏതാണേലും നിൻ്റെ സമുദായത്തെ നീ ഒന്ന് ചിന്തിക്കണം. നീ ഒരു വട്ടം ചിന്തിക്കണം. നീ മറ്റേ ഗവൺമെൻറ്റിൻ്റെ ഇതൊക്കെ ചെയ്തു, പക്ഷേ നിൻ്റെ ആ സമുദായത്തോട് നിനക്ക് കടപ്പാടുണ്ട്. നിന്നെ ഒരുക്കി വിട്ടത് ആ സമുദായമാണ്. ആ സമുദായത്തിന് വേണ്ടി നീ പ്രവർത്തിക്കുകയും നിൻ്റേതായ കാര്യങ്ങൾ ലോകത്തിനും നമ്മുടെ രാജ്യത്തിനും എല്ലാത്തിനും ഗുണപ്രദമാക്കണം, സമൂഹത്തിനും. അല്ലാതെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണം സമൂഹത്തിന് വേണ്ടി. അല്ലാതെ ആ ഒരു സമൂഹത്തെ ജനിച്ചയച്ച് നീ വലിയ ആളായച്ച് അവരെ കാർക്കിച്ച് തുപ്പുന്നത് എനിക്കൊന്നുമില്ല. ഇന്നും പല സമുദായങ്ങളും ധീവര സമുദായത്തിൻ്റെ പേര് പറഞ്ഞേച്ചു ഞങ്ങൾ A+ നേടി, മറ്റത് നേടി. A+ ഒക്കെ നേടുമ്പോൾ നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ സമുദായമാണ് നിങ്ങളെ ഈ അംഗീകാരത്തിന് പുറകിലുള്ളത്. നിങ്ങൾക്ക് ഈ സംവരണം കിട്ടുവാൻ 1984 ധീവര സമുദായം രൂപം കൊണ്ടപ്പോഴാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതിനു മുമ്പ് പല 10ഓളം വിവിധ ഗ്രൂപ്പുകളായി കിടന്നു, അതിനും ഉപഗ്രൂപ്പുകളും ഒക്കെ ആയിട്ട് കിടന്ന ഒരു സമുദായമാണ് ഇന്ന് ഈ നിലയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്ന് കോലി സമുദായം എന്ന് പറയുന്ന ഒരു സമുദായം, കോലി സമാജ് എന്ന് പറയുന്ന ഒരു സമുദായം എക്സ്ട്രാ രൂപം കൊണ്ടു. 25 സംസ്ഥാനങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട്, കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് കോലി എന്ന് പറയുന്ന സമുദായം, ധീവര കോലി, ആരയ കോലി എന്നും പറഞ്ഞ ഒരു സമുദായം ഉണ്ടായതോടുകൂടിയാണ് ശക്തമായി കഴിഞ്ഞു. ഇനി ആ സമുദായത്തിന് വിരൽ ചൂണ്ടിയ 25 സംസ്ഥാനങ്ങളിലെ ആളുകളും പ്രതികരിക്കും. അതിനുള്ള എല്ലാ നടപടികളും അരയ സമുദായം നടപടി സ്വീകരിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് നിങ്ങൾ കൂട്ടായ പ്രവർത്തനം ഇന്ന് സംസ്ഥാന കമ്മിറ്റിയല്ല, കേന്ദ്ര കമ്മിറ്റി വരെ ആയിക്കഴിഞ്ഞു. മറ്റേ സംസ്ഥാന പാർലമെൻറ്റേ ഉള്ളായിരുന്നു. ഇന്ന് നമ്മുടെ സമുദായത്തിലെ ചില ആൾക്കാരെ പൊട്ടം കളിപ്പിച്ച് വെച്ച് സംവരണം അവരെ തീർത്ത് കളഞ്ഞേച്ച് പിന്നെ അവർ ഇതൊക്കെ കബളിപ്പിക്കലും ഒക്കെ പണ്ട് തൊട്ടും നടന്നിരുന്നു. നമ്മളെ കാര്യമായിട്ട് മുമ്പോട്ട് കയറ്റി വെച്ച് കാലുമണിക്കെ അടിച്ച് പുറത്ത് കളയുന്ന ഒരിത് അതിനി നടക്കില്ല സുഹൃത്തുക്കളെ. അതാരായാലും ഏത് സമുദായമായാലും ഇനി ധീവര അരയ സമുദായം, കോലി സമുദായങ്ങളെ തൊടാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. ഞങ്ങൾ ദേശീയ തലത്തിൽ ഞങ്ങളത് ചിന്തിച്ച് ആ പാർട്ടിയുടെ നേതാക്കൾ ചിന്തിച്ച് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതിനെതിരെ ആര് പ്രവർത്തിച്ചാൽ ശക്തമായ നടപടികളുണ്ട്.